ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കുടുംബവിചാരത്തിൻ്റെ പുതിയ പതിപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് കുടുംബജീവിതത്തിൽ വാക്കുകളുടെ ശക്തി എന്നതിനെക്കുറിച്ചാണ്. ദ പവർ ഓഫ് വേർഡ് ഇൻ ഫാമിലി ലൈഫ്. കുടുംബജീവിതത്തിൽ വാക്കുകളുടെ ശക്തി. സദൃശവാക്യങ്ങൾ 18:21 നാം ഇങ്ങനെ വായിക്കുന്നു: ജീവനും മരണവും നമ്മുടെ നാവിൻ്റെ അധീനതയിലിരിക്കുന്നു. അതിൻ്റെ ഫലം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും എന്ന് ശലോമോൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു കുടുംബം തകരുന്നതും അനുഗ്രഹമാകുന്നതും പലപ്പോഴും സാമ്പത്തിക ഉന്നമനത്തേക്കാൾ പ്രാധാന്യമായും ചില വാക്കുകൾ വളർത്താനും തളർത്താനും ഇടയാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ വാക്കുകൾ നമ്മുടെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും വളർത്തുകയും തളർത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കാനിടയാകണം. വിശുദ്ധ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഈ ലോകം സൃഷ്ടിച്ചത് ദൈവം തൻ്റെ വാക്കുകളിലൂടെയാണ്, വചനത്തിലൂടെയാണ്. അതുകൊണ്ട് വാക്കിന് തീർച്ചയായും പ്രചോദനാത്മകമാകുവാനും ശക്തീകരിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ബലഹീനമാക്കുവാനും ഒക്കെ സാധിക്കും എന്നതിൽ സംശയമില്ല. മനഃശാസ്ത്രം പറയുന്നത് ചിൽഡ്രൻ ബിക്കം വാട്ട് ദേ റിപ്പീറ്റഡ്ലി ഹിയർ അബൌട്ട് ദംസെൽഫ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെക്കുറിച്ച് തന്നെ ആവർത്തിച്ച് എന്ത് കേൾക്കുന്നോ അതൊക്കെ ആയിത്തീരാനായി സാധ്യതയുണ്ട് എന്നതാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ നാം സംസാരിക്കുന്ന ഭാഷ, നമ്മുടെ വാക്കുകൾ കുടുംബജീവിതത്തെ അനുഗ്രഹമാക്കുകയോ തളർത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ഓർക്കാൻ ഇടയാകണം. ഒന്നാമതായി, വാക്കുകൾ ബന്ധങ്ങളെ നിർമ്മിക്കുന്നതാണ് എന്നതാണ്. വേർഡ്സ് ബിൽഡ് റിലേഷൻഷിപ്പ്. വാക്കുകൾ ബന്ധങ്ങളെ നിർമ്മിക്കുന്നതാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ദോഷകരമായ ഒരു വാക്കും നിന്റെ നാവിൽ നിന്ന് പുറപ്പെടരുത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആത്മീയ വർധന വരുത്തുന്ന വാക്കുകളാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അഗത്തോസ് എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം പ്രയോജനകരം, അനുഗ്രഹകരം, ജീവിതത്തെ പണിയാൻ ഇടയാകുന്നത് എന്നൊക്കെയാണ്. സഫ്രോസ് എന്ന പദമാണ് ദോഷകരമായത് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. വിഷം പോലെ നശിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അനുഗ്രഹകരമാകുന്നത്, ജീവിതത്തെ പണിയപ്പെടുന്നത്, പ്രയോജനകരമായ വാക്കുകൾ ഉരുവിടുന്നതിന് ഇടയാകണം. ഒരിക്കലും വിഷകരമായ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതിന് ഇടയാകരുത്. മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ മനുഷ്യൻ്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ എന്നത് അംഗീകാരം ലഭിക്കുക, വാല്യൂ ഉള്ള, വിലമതിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കപ്പെടുക, കേൾക്കാൻ ഇഷ്ടപ്പെടുക, കേൾക്കപ്പെടൽ, സ്നേഹിക്കുക, സ്നേഹം നൽകുക, ഇവയെല്ലാം ഒരു മനുഷ്യജീവിതത്തിൻ്റെ, വ്യക്തിജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. ഇവയെല്ലാം പ്രാഥമികമായി ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ജീവിത പങ്കാളി തമ്മിൽ പറയുന്ന ഓരോ വാക്കുകളും ജീവിതത്തെ അനുഗ്രഹമാക്കുന്നു എന്നതിൽ സംശയമില്ല. ഒരിക്കലൊരു ഭർത്താവ് തൻ്റെ പങ്കാളിയോട് നിനക്കൊന്നും അറിയുന്നില്ല, നിനക്ക് എന്ത് കഴിയും, ഇങ്ങനെ ചില നെഗറ്റീവ് വാക്കുകൾ പറയുമ്പോൾ പലപ്പോഴും അത് ജീവിതത്തെ, കുടുംബജീവിതത്തിൻ്റെ ഗുണമേന്മയെ തന്നെ ഇല്ലാതെയാക്കുന്നു എന്നതാണ്. ഒരിക്കലൊരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയോട് എല്ലാ ദിവസവും പറയാൻ ശ്രമിക്കുകയാണ്: നീ മിടുക്കനാണ്, നീ ബുദ്ധിമാനാണ്. വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിൻ്റെ ഉന്നത നിലയിൽ എത്തിച്ചേർന്ന ആ കുഞ്ഞ് പിന്നീട് ആ അധ്യാപകനെക്കുറിച്ച് പറയുകയാണ്: എൻ്റെ ജീവിതം മാറ്റിയത് പുസ്തകങ്ങളെക്കാൾ എൻ്റെ അധ്യാപകൻ്റെ വാക്കുകളാണ്. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ ഭവനങ്ങളിലെ നമ്മുടെ വാക്കുകൾ ഓരോന്നും നമ്മുടെ പങ്കാളിയെ, നമ്മുടെ തലമുറകളെ വളർത്തുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനും ആകട്ടെ. രണ്ടാമതായി, വാക്കുകൾ മുറിവേൽപ്പിക്കുകയോ സൗഖ്യമാക്കുകയോ ചെയ്യുന്നു എന്നതാണ്. വേർഡ്സ് ക്യാൻ ഹീൽ ഓർ ഹർട്ട്.
സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ശാന്തമായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഉണർത്തുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഖാരിസ് എന്ന വാക്കാണ്. കൃപ, സൗന്ദര്യം, ദയ, മുറിവുണക്കുന്ന വാക്കുകൾ. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ധൈര്യപ്പെടുത്തുന്ന, സൗഖ്യമാക്കുന്ന വാക്കുകൾ നൽകുന്നതിന് ഇടയാകണം. ഒരു പ്രോത്സാഹന വാക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. അതേസമയം ഒരു അപമാന വാക്ക് ആത്മനിന്ദയ്ക്ക് വഴിയൊരുക്കുന്നു എന്നതാണ്. ഒരിക്കലൊരു പിതാവ് തൻ്റെ മകനോട് പറഞ്ഞു: കുഞ്ഞെ, നീ ഓരോ പ്രാവശ്യം കോപിക്കുമ്പോഴും നമ്മുടെ മുറ്റത്തുള്ള ആ മരത്തിൽ നീ ഒരു ആണി അടിക്കണം. അതേസമയം തന്നെ നീ നല്ല വാക്കുകൾ പറയുമ്പോൾ ഓരോ ആണിയും ആ മരത്തിൽ നിന്ന് തിരികെ എടുക്കണം, പിഴുതെടുക്കണം എന്ന് പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പിതാവും മകനും ഒരുമിച്ച് ആ വൃക്ഷത്തിൻ്റെ അടുക്കൽ പോയി നോക്കിയപ്പോൾ വൃക്ഷത്തിൽ നിന്ന് ആണികളെല്ലാം നീങ്ങിയിട്ടുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ആ ആണികൾ ഉണ്ടാക്കിയ പാടുകൾ അതവിടെ തന്നെ അവശേഷിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് വേദന ഉളവാക്കുന്ന വാക്കുകൾ ചിലപ്പോൾ നാളുകളോളം നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിന്നു എന്ന് വരാം. നാം ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രചോദിപ്പിക്കുന്നുവോ, ശക്തീകരിക്കുന്നുവോ, സൗഖ്യമാക്കുന്നുവോ, വേദന ഉളവാക്കുന്നുവോ എന്ന് ശ്രദ്ധിക്കേണ്ടത് കുടുംബജീവിതം ധന്യമാക്കുന്നതിന് ഏറെ ആവശ്യമാണ്. മൂന്നാമതായി, വാക്കുകൾ കുടുംബത്തെ അനുഗ്രഹത്തിലേക്കോ നാശത്തിലേക്കോ നയിക്കുന്നു എന്നതാണ്. വേർഡ്സ് ഡിറക്റ്റ് ഓർ ഡെസ്റ്റിനി ഓഫ് ദി ഫാമിലി. കുടുംബത്തെ അനുഗ്രഹത്തിലേക്കോ നാശത്തിലേക്കോ നയിക്കുന്നു. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ: നാവ് ചെറിയ അവയവമെങ്കിലും വലിയ കാര്യങ്ങൾ അതിന് ചെയ്യാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതെ, നാം പ്രകടിപ്പിക്കുന്ന വാക്കുകളുടെ ശക്തി അനന്തമാണ്. യാക്കോബ് ശ്ലീഹ തന്നെ പറയുന്നുണ്ട്, താരതമ്യം ചെയ്യുന്നുണ്ട്. ഒരു കപ്പൽ അതിനെ നയിക്കുന്ന അതിൻ്റെ ചെറിയ നങ്കൂരം പോലെ, ഒരു കുതിരയുടെ കടിഞ്ഞാണ് പോലെ, ഒരു ചെറിയ തീപ്പൊരി കാട് കത്തിക്കുന്നത് പോലെ ഒരു വാക്കിന് ദിശ മാറ്റാൻ, ചലനാത്മകമാക്കാൻ, ശക്തീകരിക്കാൻ ഒക്കെ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, ഒരു കുടുംബത്തിൻ്റെ ക്ലൈമറ്റ് നിർണ്ണയിക്കുന്നത്, വൈകാരികമായ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് അതിലുപയോഗിക്കുന്ന, ആ ഭവനത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പരസ്പരം നന്ദി പറയുന്ന, പരസ്പരം ക്ഷമിക്കണം എന്ന് പറയുന്ന, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഈ വാക്കുകളൊക്കെ തീർച്ചയായും കുടുംബത്തെ സന്തോഷമാക്കും. പകരം കുറ്റപ്പെടുത്തുന്നതോ പരിഹസിക്കുന്നതോ താരതമ്യം ചെയ്യുന്നതോ ഒക്കെയുള്ള വാക്കുകൾ ബന്ധങ്ങളെ വളർത്തുന്നതിനേക്കാൾ ഏറെ ബന്ധങ്ങളെ ബലഹീനമാക്കാൻ ഇടയാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലൊരു കുഞ്ഞ് തൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്: അമ്മ എല്ലാ ദിവസവും ലഞ്ച് ബോക്സ് തന്നുവിടുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വാക്കെഴുതി നൽകാറുണ്ട്. എന്തെങ്കിലും ഒരു പ്രചോദിപ്പിക്കുന്ന, ഒരു മോട്ടിവേഷണൽ വേർഡ് ഫ്രം ദ ബൈബിൾ, ദൈവവചനത്തിൽ നിന്നുള്ള ഒരു ദൈവവചന ഭാഗം, വാക്യം ലഞ്ച് ബോക്സിൽ കുഞ്ഞിന് കൊടുത്തു വിടാറുണ്ട്. പിന്നീട് ജീവിതത്തിൽ വളരെ അനുഗ്രഹീതയായി തീർന്ന ആ കുഞ്ഞ് പറഞ്ഞു: എന്നെ പ്രചോദിപ്പിച്ചത്, എന്നെ ശക്തീകരിച്ചത്, എന്നെ വളർത്തിയത്, അതിൻ്റെ പിന്നിൽ അമ്മയുടെ ഓരോ ദിവസത്തെയും ഈ പ്രചോദനാത്മകമായ ദൈവവചന ഭാഗങ്ങൾക്ക് ഇടയായി എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ അഭിനന്ദിക്കുന്നത് ആകട്ടെ, ഓരോ ദിവസവും നമ്മുടെ വാക്കുകൾ അനുഗ്രഹിക്കുന്നതാകട്ടെ. ദ വേർഡ്സ് വിത്ത് അപ്രീസിയേഷൻ ആൻഡ് ദ വേർഡ്സ് വിത്ത് ബ്ലെസ്സിങ്സ്. ഒപ്പം നമ്മുടെ വാക്കുകളെ നമുക്ക് നിയന്ത്രിക്കാം. ലെറ്റ് us കൺട്രോൾ അവർ വേർഡ്സ്. ഒരിക്കലും കോപത്തിൽ സംസാരിക്കുന്നതിന് ഇടയാകരുത്. നമ്മുടെ ദിവസേനയുള്ള സംഭാഷണം സ്നേഹത്തിൽ നിന്ന് ആകുമ്പോൾ തീർച്ചയായും പ്രചോദിപ്പിക്കാൻ, ശക്തീകരിക്കാൻ, കുടുംബത്തെ അനുഗ്രഹിക്കാൻ ഇടയായിത്തീരും. നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾക്ക് പകരം പ്രത്യാശ നൽകുന്ന വാക്കുകൾ നൽകാൻ ഇടയാകാം. ദൈവവചനത്തിൽ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ജോസഫിന് തൻ്റെ സഹോദരന്മാരെ ശപിക്കുകയോ പകരം വീട്ടുകയോ ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം നൽകുന്നത്. കർത്താവ് തൻ്റെ വാക്കുകളൊക്കെ തന്നിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം തന്നെ അനുഗ്രഹിക്കുന്ന, ശക്തീകരിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
വീണവരെ ഉയർത്തുന്ന, ഹൃദയങ്ങളെ ശക്തീകരിക്കുന്ന വാക്കുകൾ നൽകുമ്പോൾ തീർച്ചയായും നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടാൻ ഇടയായിത്തീരും. ഒരു സ്നേഹമുള്ള വാക്ക് നമ്മുടെ കുടുംബജീവിതത്തെ രക്ഷിക്കും. ഒരു പ്രോത്സാഹന വാക്ക് നമ്മുടെ തലമുറകളെ, കുഞ്ഞുങ്ങളുടെ ഭാവി രക്ഷിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ തീരുമാനിക്കാം, വിമർശനത്തിന് പകരം പ്രോത്സാഹിപ്പിക്കാം, കോപത്തിന് പകരം സ്നേഹത്തോടെ സംസാരിക്കാം, മൗനത്തിന് പകരം നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹങ്ങളുടെ ഇടമായിത്തീരും. നമ്മുടെ ഭവനം, നമ്മുടെ സമൂഹം സ്നേഹത്തിൻ്റെ ഇടമായിത്തീരും. നമ്മുടെ വാക്കുകളിലൂടെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ധന്യമാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.